നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒന്നും വേണ്ട ആന്റി, തൽക്കാലം വീട്ടിൽ തന്നെ ഇരുന്നാ മതി. അതല്ല മോളെ, ഞാനാണ് പെറ്റമ്മയെന്ന് തിരിച്ചറിഞ്ഞ് ഗൗതം എന്നെ അമ്മ എന്ന് വിളിച്ചാൽ ഒട്ടും വൈകാതെ ആ ക്ഷേത്രത്തിലെത്തി ഒരു വഴിപാട് നടത്തിക്കൊള്ളാന്ന് ഞാൻ നേർന്നതാ. അതിനി വെച്ച് നീട്ടാൻ പറ്റില്ല. എന്റെ ആന്റിയുടെ അവസ്ഥയൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ദേ, തിരക്ക് പിടിച്ച് എന്ന് വഴിപാട് നടത്തിയില്ലെങ്കിലും ദൈവം ക്ഷമിച്ചോളും. ആദ്യം ആള് കുറച്ചൊന്ന് ഹെൽത്തി ആവട്ടെ, അത് കഴിഞ്ഞിട്ട് വഴിപാടൊക്കെ നടത്തിയാ മതി. മോള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ വഴിപാട് നടത്താത്തിടത്തോളം എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടി ഉള്ളിൽ അങ്ങനെ കിടക്കുകയാണ്. എനിക്ക് അമ്പലത്തിൽ പോണം മോളെ. ഇനി വൈകിപ്പിക്കാൻ വയ്യ. ഇന്ന് തന്നെ ആ വഴിപാട് നടത്തിയേ പറ്റൂ. വേണമെങ്കിൽ നീയും കൂടി അമ്പലത്തിലേക്ക് വാ. ഞാനോ? എന്തു പറ്റി നിധി? അല്ല ആന്റി, ഞാനിങ്ങോട്ട് വരുന്ന വിവരം ഗൗതമിന് മാത്രമേ അറിയൂ. വീട്ടിൽ ആരോടും പറയാതെയാ വന്നിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോണം. എന്നെ കാണാതായ പാറുവമ്മ അന്വേഷിക്കും. എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? എന്നാ വേണ്ട, മോള് വേഗം തിരിച്ചു പോവാൻ നോക്ക്. ഞാൻ തനിച്ചമ്പലത്തിൽ പോയിക്കോളാം. അത് ഗൗതമിന്റെ അടുത്തുനിന്ന് എനിക്ക് വഴക്ക് കിട്ടാനാ. അമ്മയെ തനിച്ച് അമ്പലത്തിലേക്ക് അയച്ചു എന്നറിഞ്ഞാലേ പിന്നെ ഗൗതം എന്നെ വെച്ച് പൊറപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സാരമില്ല, ഞാനും കൂടി അമ്പലത്തിലേക്ക് വരാം. മോളെ, അത് ഈശ്വരമംഗലത്ത് പ്രശ്നമാവൂ. അത് ഞാൻ എന്തേലും പറഞ്ഞ് മാനേജ് ചെയ്തോളാം. തൽക്കാലം ഗുളികയും കഴിച്ച് ഭക്ഷണവും കഴിച്ച് നമുക്ക് ഇറങ്ങാം. പിന്നെ വേറൊരു നല്ല ഡ്രസ്സും ഇടണം. ശീലമില്ലാത്ത പണിയത്. എന്നാലും എല്ലാരെയും കാണിക്കാൻ വേണ്ടി ഞാനത് ചെയ്തല്ലേ പറ്റൂ. നീ അഭിനയിച്ച് ശരിക്കും അങ്ങ് നല്ലവളായല്ലോ ശിവാനി. സത്യത്തിൽ ഇത് നീയായിട്ട് ചെയ്യുന്നതാണോ അതോ ഏട്ടത്തിയോ നിധിയോ നിനക്ക് പണി തന്നതാണോ? ആരും പണിഞ്ഞൊന്നുമല്ല, ഞാൻ സ്വയം തീരുമാനം എടുത്ത് ചൂലും കൊണ്ട് ഇറങ്ങിയതാ. വേറെ ഗതിയില്ലല്ലോ ആന്റി. ഒരു കുടുംബം നോക്കി നടത്താനുള്ള ത്രാണിയുണ്ടെന്ന് ഇവിടത്തെ അലവലാദികളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തല്ലേ പറ്റൂ. നീ ഈ പറഞ്ഞ അലവലാദികളുടെ കൂട്ടത്തില് ഞാനും കാണുമല്ലോ അല്ലേ? അയ്യോ, ആന്റി ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാ വേറെ അലവലാദികളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് അല്ലേ? അയ്യോ, വെറുതെ എഴുതപ്പുറം വായിക്കില്ല ആന്റി. ഞാൻ ഉദ്ദേശിച്ചത് നിധിയും പ്രണവിനെയാ. പിന്നെ ഒരു സൈഡിൽ ആന്റിയുടെ ഏട്ടത്തിയുണ്ട്. അവനെയൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് നീ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സെന്റിമെന്റലി വേണം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ. സെന്റിമെന്റ്സ് ഒന്നും ഇനി വർക്കാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രണവ് ബെഡ്റൂമിൽ ഒരു ബോർഡ് തൂക്കി. അതിൽ ഇനി 179 ദിവസമാണ് എന്റെ ഈ വീട്ടിലെ ആയുസെന്ന് കൗണ്ട് ഡൗണിന് വേണ്ടി എഴുതി വെച്ചു കഴിഞ്ഞു. ഒരു കൗണ്ട് ഡൗണും നീ കാര്യമാക്കണ്ട. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. എന്ത് ഐഡിയ? ഇവിടുന്ന് ഏട്ടത്തെയും പ്രണവും കൂടി ഒരു അമ്പലത്തിലേക്ക് പോയേക്ക്. നീയും കൂടി ആ അമ്പലത്തിലേക്ക് പോണം. അതെന്തിനാ ആന്റി? ഈ ദൈവങ്ങൾക്കൊന്നും എന്റെ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനായിട്ട് തന്നെ ചെയ്തേ പറ്റൂ. എടീ, ചെയ്യേണ്ടത് നീ തന്നെയാ. വേണമെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോവാം. എന്നിട്ടെന്താ? വേണമെങ്കിൽ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് നിന്നെ കൂട്ടാത്തതിലുള്ള ഒരു പരിഭവം പറയാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ആന്റി പറഞ്ഞു, സംഗതി ഞാൻ ഗംഭീരാക്കി തരാം. ഇതേ പ്രണവിന്റെ മനസ്സിൽ കയറിക്കൂടാനുള്ള ഒരു ഉഗ്രൻ സെന്റിമെന്റ് റൂട്ടാണല്ലോ ആന്റി. എങ്കി വേഗം ചെന്ന് റെഡി ആയിട്ട് വാ. ഞാൻ റെഡി ആയിട്ട് നിൽക്കുക. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് വരാം. എടീ നിധി, ശിവാനിയെ പ്രണവ് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ നീയും ഗൗതമും വേർപിരിയുന്ന കളികളായിരിക്കും നടക്കാൻ പോകുന്നത്. നോക്കിക്കോ.
100. വേണ്ട. ഞാൻ കാരണം മോക്കൊരു ബുദ്ധിമുട്ടായല്ലേ? എന്തിന്? വീട്ടിൽ ആരും അറിയാതെ രാവിലെ എനിക്ക് ഗുളികയായിട്ട് വന്നു. ഇപ്പതേ ഒറ്റയ്ക്ക് വിടില്ലാന്ന് പറഞ്ഞ് എന്റെ കൂടെ അമ്പലത്തിലേക്ക് വരുന്നു. സത്യത്തിൽ ഇതൊക്കെ ഒരു മെനക്കെടുത്തലല്ലേ? ഒന്നുമല്ല. ഗൗതമിന് വേണ്ടി ഗൗതമിന്റെ പെറ്റമ്മ നേർന്നൊരു വഴിപാട് നടത്താൻ ഗൗതമിന്റെ ഭാര്യയായ എനിക്ക് കൂടെ വരാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. മോളെ, ഉള്ളത് പറയാലോ, പാർവതി അമ്മയ്യമ്മയ്ക്ക് ചേരുന്ന മരുമോളാ നീ. പാറുവിന്റെ ആ മുൻകോപവും ദേഷ്യവും ഒന്ന് മാറ്റി നിർത്തിയ നീയും പാർവതിയും ഒരുപോലെയാ. മറ്റുള്ളവരോടുള്ള സ്നേഹം, അനുകമ്പ അതുപോലെ നിനക്കുണ്ട്. നീയില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഗൗതമനെ ഒരിക്കലും കിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞ ആന്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമാണ് എനിക്കിപ്പോ. ഗൗതം ഇപ്പൊ സത്യം അറിഞ്ഞു എന്നുള്ളത് നേര് തന്നെയാ. പക്ഷെ അതൊന്നും പൊതുജന മധ്യത്തിൽ തുറന്നു പറയാനുള്ളൊരവസരമോ അവകാശമോ ഇപ്പോഴും രണ്ടുപേർക്കും ഇല്ലല്ലോ. ആന്റി സമാധാനായിട്ടിരിക്കും. എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിയില്ലേ. ഇനി ഒട്ടും വൈകാതെ പാർവതി അമ്മയും എല്ലാ സത്യങ്ങളും അറിയും. ആദ്യം അല്പം വിഷമമൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നെ ഗൗതമിന്റെ ഈ പെറ്റമ്മയെ അമ്മ 2 കൈ നീട്ടി സ്വീകരിക്കും. അതെനിക്ക് ഉറപ്പാ. അയ്യോ, എന്തു പറ്റി ആന്റി? കാലൊന്ന് തട്ടി, നല്ല വേദന. നോക്കട്ടെ, മുറിഞ്ഞോ നോക്കട്ടെ. ഭാഗ്യം മുറിഞ്ഞിട്ടില്ല. നോക്കി നടക്കണ്ടേ ആന്റി? പാറു എല്ലാം അംഗീകരിക്കുമെന്ന് മോള് പറഞ്ഞ സമയത്താ അമ്പലനടയിൽ എന്റെ കാല് തട്ടിയത്. എന്തോ അപശകനാണോന്ന് എന്റെ പേടി. എന്താ ആന്റി ഇത്? നമ്മൾ വർത്താനവും പറഞ്ഞ് അശ്രദ്ധയോടെ നടന്നതുകൊണ്ടാ കാല് തട്ടിയത്. അത് അപശകനമാണെന്നൊന്നും പറയരുത്. ഒരു കുഴപ്പവും വരില്ല. വാ ഇങ്ങോട്ട്. നടക്കാനൊരു ബുദ്ധിമുട്ട്. കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ടല്ലേ? നന്നായി തട്ടിയതല്ലേ, നടക്കുമ്പോ ചെറിയൊരു വേദന ഉണ്ട്. ആ, തിരിച്ചു പോകുമ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. മോള് വാ, നമുക്ക് വഴിപാട് നടത്താൻ പോവാം. അതെ. അല്ല ആന്റി, എന്ത് വഴിപാടാ ആന്റി ഗൗതമിന് വേണ്ടി നേർന്നിരിക്കുന്നത്? നെയ്വിളക്ക് കത്തിച്ച് അതുമായി അമ്പലത്തിനു ചുറ്റും 9 അടിപ്രദക്ഷിണം നടത്തണം. 9 അടിപ്രദക്ഷിണോ? ആ, ഇത് നടക്കുന്ന കാര്യം വല്ലതും ആണോ ആന്റി? നടന്നാലെന്താ കുഴപ്പം? ആന്റിയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനൊക്കെ അറിയാലോ. നിന്ന നിൽപ്പിൽ ബോധം പോകുന്ന ആളാ 9 അടിപ്രദക്ഷിണം നടത്താൻ പോകുന്നത്. അതൊന്നും വേണ്ട. അതെ, വേണമെങ്കിൽ 1 തവണ അടിപ്രദക്ഷിണം നടത്താം. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോവാം. അത് പാടില്ല മോളെ. വഴിപാട് നേർന്നതുപോലെ തന്നെ നടത്തണം, അല്ലെങ്കിൽ അത് ദോഷമാ.